ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോ ദിവസം തുടങ്ങുന്നതല്ലേ. ചിലർ ഓഫീസിൽ പോകാനൊക്കെയുള്ള ധൃതിയിൽ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് പോകുന്നവരുണ്ടാവാം. എഴുന്നേറ്റ് വീട്ടിലെ പണികളൊക്കെ കഴിച്ച് വെച്ച് വേഗം റെഡിയായി പോകുന്നവരുണ്ടാവാം. ചിലർ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ റിലാക്സ് ചെയ്ത് എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിച്ചൊരു ദിവസം തുടങ്ങുന്നവരുണ്ടാവാം അല്ലേ. അങ്ങനെ ഒത്തിരി രീതിയിൽ ഓരോ ദിവസം തുടങ്ങുന്നവരുണ്ടല്ലേ. ഇന്ന് ഞാൻ എൻ്റെ ഡേ തുടങ്ങിയതേ എൻ്റെ മുന്നത്തെ ആ ഒരു ഡേ തുടങ്ങുന്ന രീതിയിലാണ് കേട്ടോ. അതായത് മുന്നേ ഞാൻ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും എഴുതി വെക്കാറുണ്ട്. ഞാനൊരു ടീച്ചറാണ്. സോ നമുക്ക് ക്ലാസ്സസ് ഓൺലൈനിൽ വരുമ്പോൾ ഏതൊക്കെ ക്ലാസ്സസ് ഉണ്ട്, ഇന്ന് എന്തൊക്കെ ചെയ്യണം, അതൊക്കെ എഴുതി വെച്ചാൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഫൈനൽ നൈറ്റിൽ നമ്മളത് എടുത്ത് നോക്കുമ്പോൾ ഇത്ര ആക്ടിവിറ്റി ഞാൻ ഇന്ന് ചെയ്തല്ലേ, അപ്പോൾ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്നുള്ളൊരു റിലാക്സേഷൻ നമുക്ക് ഉണ്ടാവും കേട്ടോ. സോ അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ ഡയറിയിലാണ് ഞാനത് എഴുതുന്നത് 2019 എഴുതിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും നൈതിക്കൂട്ട് എഴുന്നേറ്റു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പയറിനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ 2-3 ദിവസമായി കൊണ്ടുവച്ചേക്കണു. അത് പച്ച പയറാണേ, പക്ഷെ നമുക്ക് അരിയാനോ പിടിക്കാനോ സമയമില്ലാത്തത് കൊണ്ട് തന്നെ പയറും മുള വന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല പ്രോട്ടീൻ അല്ലേ. നൈതിക്കൂട്ടിനെ കൊണ്ട് കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അത് കറി വെക്കാമെന്ന് വിചാരിച്ചു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കുന്നത് വേറെ ഒന്നുമല്ല, പച്ചപ്പയറിന് ഇട്ട് വയ്ക്കണം നിർബന്ധമില്ല. പക്ഷേ നമ്മൾ 2-3 ദിവസം ഇങ്ങനെ ഇരുന്നു പയർ, അപ്പോൾ അതുകൊണ്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ച് നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കില്ലേ അങ്ങനെ ഇട്ടു. ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിലിടുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ചില്ലി ഫ്ലേക്സ് കേട്ടോ. വേറെ ഒന്നുമല്ല, ചില്ലി ഫ്ലേക്സ് നല്ല കാര്യമല്ല കേട്ടോ, പക്ഷേ ചേട്ടന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിട്ടു. പിന്നെ അതിട്ടത് കൊണ്ട് ഞാൻ പിന്നീട് എക്സ്ട്രാ മുളക് പൊടി കാര്യങ്ങളൊന്നും ഇടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. താല്പര്യമുള്ളവർക്ക് ഇടാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉപ്പും ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മുടെ കറിവേപ്പില, വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ ഇത് നമ്മുടെ ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സാധാ ഒരു ഉപ്പേരി, പിന്നെ ഒരു ചമ്മന്തി, തേങ്ങ ചമ്മന്തി, ഇച്ചിരി മല്ലി ഇട്ടിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ തേങ്ങ സ്വാഭാവികമായിട്ടും എനിക്ക് ചിരകാൻ മടി കാരണം കൊത്തിയെടുക്കുക ചെയ്യാറ്. ബാക്കിയൊക്കെ ചമ്മന്തിയുടെ എല്ലാ കൂട്ടം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമ്മൾ ഇച്ചിരി മല്ലി ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് നേരെ നമ്മളത് അരച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് ആ ഒരു ഫുഡിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നൈതികൂട്ടിന് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ പയറായിട്ടുണ്ട് കേട്ടോ. നൈതികൂട്ടിനെ പാദ്യമ്പുറത്ത് ഇരുത്തി കൊടുക്കുമ്പോഴേ ചെറുപ്പത്തിലെ നമ്മൾ ഈ പാദ്യമ്പുറത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ആട്ടോ ഓർമ്മ വരണേ. പപ്പടവും കാച്ചി ഉണക്കമീനും വറുത്തു. ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ.